കേരളത്തിൽ സ്വർണ്ണവിലയിൽ വീണ്ടും വലിയ കുതിപ്പ്. രാജ്യാന്തര വിപണിയിലും വില വൻതോതിൽ കൂടി. ഇനിയും വില ഉയരുമെന്നാണ് പറയപ്പെടുന്നത്. സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയും വിൽക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്തുവെന്നാണ് വിപണിയിൽ നിന്നുള്ള പുതിയ വിവരം. വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ സ്വാഭാവികമായും വില കുതിക്കും. കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. നേരത്തെ US ട്രഷറി ബോണ്ടുകളിൽ കണ്ണുവച്ചിരുന്ന കേന്ദ്ര ബാങ്കുകൾ ഇപ്പോൾ സ്വർണത്തിന് പിന്നാലെയാണത്രേ. ലോകത്ത് രൂപപ്പെട്ട പുതിയ സാമ്പത്തിക രാഷ്ട്രീയ ക്രമം സ്വർണത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുകയാണ്. നേരത്തെ വാങ്ങിവെച്ചവർ ഓൺലൈൻ ട്രേഡിംഗ് വഴി വിൽക്കാൻ തയ്യാറാകുന്നുമില്ല. ഇനിയും വില കൂടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ഓണം സീസണിൽ സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. ഈ വേളയിൽ സാധാരണ ചെറിയ പർച്ചേസുകളാണ് നടക്കുക. അതിനെപ്പോലും ഇപ്പോഴത്തെ വിലക്കയറ്റം ബാധിച്ചുവെന്നത് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു. ഇന്ന് 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 78,440 രൂപയായി. ഒരു ഗ്രാമിന് 9,805 രൂപയും. ഓഗസ്റ്റ് 22-ന് ഒരു ഗ്രാം സ്വർണത്തിന് 9,215 രൂപയായിരുന്നു. 12 ദിവസത്തിനിടെയാണ് ഇത്രയും വില കൂടിയിരിക്കുന്നത്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $3,531. രൂപയുടെ വിനിമയ നിരക്ക് 88.08-ലെത്തി. 24 കാരറ്റ് 1 കിലോ സ്വർണത്തിന് 1,03,00,000 രൂപയായി ഉയർന്നു. ഇത്രയും ഉയരുന്നത് ചരിത്രത്തിലതാദ്യമായിട്ടാണ്. ഇന്ന് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് 85,000 രൂപ ചെലവ് വരും. ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിക്ക് പുറമെ GSTയും ഹോൾമാർക്കിംഗ് ചാർജും നൽകണം. സ്വർണത്തിന്റെ GST നിരക്ക് കേന്ദ്ര സർക്കാർ മാറ്റുമോ എന്ന് നാളെ അറിയാം. ഇന്ന് GST കൗൺസിൽ യോഗം തുടങ്ങിയിട്ടുണ്ട്. നാളെ തീരുമാനം പുറത്തുവരും. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 8,050 രൂപയായി. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,265 രൂപയിലെത്തി. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 4,040 രൂപയായി. വെള്ളിയുടെ വില ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 133 രൂപയായി. ഒരു ഗ്രാം സ്വർണത്തിനുള്ള ആഭരണത്തിന് ഇന്ന് 10,700 രൂപ വരെ ചെലവ് വന്നേക്കാം. ഉടനെ സ്വർണ്ണവില കുറയാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വിവരം. ആഭരണം വാങ്ങുന്നവർ കുറയുകയും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നവർ കൂടുകയും ചെയ്തു എന്നതാണ് വിപണിയിലെ പുതിയ മാറ്റം. ഇതിനിടെയാണ് ഇന്ത്യക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച ക്രൂഡ് ഓയിൽ വില ഉയരുന്നത്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $69 അടുത്തെത്തി. ഡോളർ നിരക്ക് കൂടുകയാണ്. 98.46 എന്ന നിരക്കിലാണ് ഡോളർ. അമേരിക്കയും ഇന്ത്യയും വ്യാപാര ചർച്ച നടത്തി വരികയാണെന്നും 2 മാസത്തിനകം കരാറിലെത്താൻ സാധിക്കുമെന്നുമാണ് കയറ്റുമതിക്കാർക്ക് ആശ്വാസം നൽകുന്ന റിപ്പോർട്ട്. Subscribe to One India and never miss an update.